ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യ ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോ ശാരദ പറയും, കണ്ടില്ലേടി അവള് ഇപ്പൊ വേറെ ഏതോ ലോകത്താ. അച്ഛൻ വന്നിട്ട് എവിടേക്കൊക്കെയോ പോവാന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോവാൻ നമുക്കാവില്ല. ആ കുഞ്ഞിന്റെ മനസ്സ് തകർന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അപ്പോഴും സത്യ ഇങ്ങനെ ആ മയക്കത്തില് അച്ഛൻ വരില്ലേ? ഇത് കേൾക്കുമ്പോ ശാലിനി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് കൈവച്ച് നിൽക്കുമ്പോ ശാരദ പറയും, ഡി നീ ഇത് കണ്ടില്ലേ? അവളുടെ ചിന്തകളിൽ മുഴുവനും അവൾ കാണാത്ത അവളുടെ അച്ഛനാ. ശാലിനി പറയും, ഇതൊക്കെ എവിടെ എങ്ങനെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ നോക്കൂ. ഇതിപ്പോ സത്യ തെറ്റു പറയാൻ പറ്റൂ. ഈ സ്നേഹത്തിലുള്ള കുട്ടികൾക്ക് അച്ഛന്റെ സ്നേഹവും ലാളനയും കിട്ടണമെന്ന് അവരാഗ്രഹിക്കും. അതിനുവേണ്ടി വാശിയും പിടിക്കും. കിട്ടാതാവുമ്പോ അതിന് തടസ്സം നിൽക്കുന്നവരെ അവര് വെറുക്കും. ഞാൻ എന്നെ തന്നെ എന്റെ മോളുടെ ശത്രുവാക്കും എന്ന് പറഞ്ഞിങ്ങനെ കരയുമ്പോ ശാരദ പറയും, ഡി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക്. അവളുടെ അച്ഛൻ വിഷ്ണു ആണെന്നുള്ള സത്യം വിഷ്ണു അറിയട്ടെ. സത്യ വിഷ്ണുവിന്റെ മോളാണെന്നുള്ള കാര്യം എല്ലാ സത്യങ്ങളും എല്ലാരും അറിയട്ടെ. ശാരദാമ്മയ്ക്കും അപ്പൊ പപ്പിയോ? ഇവളുടെ ഡെലിവറി ഏത് ഹോസ്പിറ്റലില് എപ്പോഴാന്നൊക്കെ പറയേണ്ടി വരില്ലേ? അപ്പൊ അവസാനം പപ്പിയുടെ കാര്യവും പറയേണ്ടി വരും. സ്വന്തം മോളെ മറ്റൊരാളുടെ മകളായിട്ട് കൺമുന്നിൽ കാണേണ്ടി വരുന്ന വിഷ്ണുവേട്ടനെ ഞാൻ എന്ത് മറുപടി അമ്മയെ കൊടുക്കുക? ഏത് രീതിയിലാ വിഷ്ണുവേട്ടൻ ഇതിനെതിരെ പ്രതികരിക്കുക? ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാം സഹിക്കാൻ എനിക്ക് ആകപ്പാട് ഈ ഒരു ജന്മേ ഉള്ളൂ. ശാരദമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഭംഗിയുള്ളൊരു പളുങ്കുപാത്ര. പുറത്തുനിന്ന് കാണുന്നവനെ അത് കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കും. പക്ഷെ ഒന്ന് കൈവിട്ടാൽ ആ പാത്രത്തിന്റെ അവസ്ഥ എന്താ? പൊട്ടി തകർന്നു പോവും. പിന്നെ അത് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. ശാലിനി പറയും, ഞാനിപ്പോ ചിന്തിക്കുന്നത് ആർക്കും ഒരു ദോഷമില്ലാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാന്ന് തന്നെയാ. അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അടന്നങ്ങ് പോകും. ശാരദാമ്മ സത്യയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സത്യയുടെ നെറ്റി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പിമോൾ ഇങ്ങനെ ആ ടോക്കിംഗ് ടോയ് പിടിച്ചിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ശ്യാമ അങ്ങോട്ട് വരും പാലും കൊണ്ട്. എവിടെ വന്ന് നിൽക്കാണോ? അമ്മ എവിടെയെല്ലാം നോക്കി ഇതാ ഇത് കുടിക്കി എന്ന് പറഞ്ഞു കൊടുക്കും. പപ്പി പറയും, എനിക്ക് വേണ്ട അമ്മേ. ശ്യാമ പറയും, അങ്ങനെ പറഞ്ഞാ പറ്റില്ല, മോളൊന്നും കഴിക്കാണ്ടിരുന്ന അമ്മയ്ക്കാ സങ്കടം. പപ്പി പറയും, സത്യയുടെ കാര്യം ഓർത്തിട്ടാണമ്മേ, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവൾക്കൊരു സങ്കടം വരുമ്പോ ഞാനല്ലാതെ വേറെ ആരാ കൂടെ സങ്കടപ്പെടാനുള്ളത്? ശ്യാമ മനസ്സിൽ വിചാരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മക്കളെ. ഒരമ്മയുടെ മക്കളാവുമ്പോ അങ്ങനെ സങ്കടം വരണം. ഒരാളെ മറ്റൊരാളെ സഹായിക്കുകയും വേണം. സങ്കടം വന്നാൽ അത് ഷെയർ ചെയ്ത് പരിഹരിക്കുകയും വേണം. മോളെ, അവിടെ സത്യ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇവിടെ മോൾക്കൊന്നും കഴിക്കാൻ തോന്നില്ല. പക്ഷെ നീ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് നീ എന്താ മനസ്സിലാക്കാത്തെ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങോ? പപ്പയ്ക്കും സത്യയെ സഹായിക്കാൻ എന്താണ് അമ്മേ മാർഗം? ശ്യാമറിയും, അതിപ്പോ ഇവിടെ ഇരുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ മോളെ? അവിടെ ആയിരുന്നെങ്കിൽ സത്യം നിർബന്ധിച്ച് കഴിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു. അപ്പോഴായിരിക്കും, ആഹാ വിഷ്ണുച്ചന്റെ പപ്പിക്കുട്ടി ഇവിടെ ഇരിക്കായിരുന്നോ എന്ന് പറഞ്ഞ അങ്ങോട്ട് വരും. എന്തു പറ്റി? അമ്മയും മോളും കൂടെ വഴക്കിട്ടാ? ഇവിടെ ഒരാൾ ആകെ സങ്കടത്തിലാണല്ലോ. പപ്പി പറയും, അത് പിന്നെ വിഷ്ണുച്ച എന്താ എന്ന് ചോദിക്കുമ്പോ വിഷ്ണു ബാക്കിൽ കൈവച്ചിരിക്കണേ. സംഭവം ഒരു ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പപ്പി പറയാൻ തുടങ്ങും, ഒന്നുമില്ല. വിഷ്ണു പപ്പിയെ കാണിച്ചിട്ടില്ല. അവിടെ ഇരുന്നിട്ട് വയ്ക്കും, അതെന്താണ് ഒരു ഒന്നുമില്ലായ്മ? കാര്യം പറയട പപ്പിക്കുട്ട. പപ്പി പറയാണ്ടിരിക്കുമ്പോ വിഷ്ണുക്കും അപ്പൊ എന്നോടും വഴക്കാ. എന്നാ പിന്നെ പപ്പിമോളുടെ വഴക്കു മാറാനായിട്ട് ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വിഷ്ണുച്ചൻ. ഡാൻ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കാണിക്കും. പപ്പിക്ക് ഭയങ്കര സന്തോഷം. ഹായ് ഫോൺ എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യണേ. വിഷ്ണു അറിയും, അതെ ഇത് ഗെയിം കളിച്ചിരിക്കാനല്ല, ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ആ ഫോൺ വാങ്ങിച്ചു വന്നിരിക്കുന്നത്. സിം അടക്കത്തിനകത്തുണ്ട്. പഠിച്ചില്ലെങ്കിലേ ആ ഫോൺ അടക്കം ഞാൻ എല്ലാം തിരിച്ചു വാങ്ങിക്കും. കേട്ടല്ലോ? പപ്പി പറയും, അതൊക്കെ ഞാൻ പഠിച്ചോളാം എന്റെ ചക്കര വിഷ്ണുച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കും. എന്നാലേ ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ. ഹോ വിഷ്ണു ശരി എന്നാ. അങ്ങനെ ശരി വിഷ്ണുച്ച എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി ഫോണുമായിട്ട് പപ്പി അവിടുന്ന് പോവും. പാല് കുടിച്ചിട്ട് പോ മോളെ എന്ന് ശ്യാമ വിളിച്ചു പറയുമ്പോ ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞ് പപ്പി പോകും. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഞാൻ ഫോൺ കൊണ്ടുവരുന്നേ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. ശ്യാമ പറയും, അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പഴാ വിഷ്ണുവേട്ട. ഇതുവരെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. അല്ല, ഇത്രമാത്രം സങ്കടപ്പെടാന് അവൾക്ക് എന്താ പറ്റി? അത് സത്യക്ക് അവിടെ സുഖമില്ലാണ്ടിരിക്കുക. അപ്പൊ തന്നെ വിഷ്ണുവിന് ഒരു വിഷമം വരും. ശ്യാമയ്ക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നില്ല. അച്ഛനെ കാണണമെന്നുള്ള വാശിയാ. പട്ടിണി കിടന്ന് വാശി കാണിച്ച് സത്യമോളാകെ തകർന്നു. അവളുടെ കുഞ്ഞു മനസ്സിലെ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം എങ്ങനെയോ ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞത് സത്യയുടെ അസുഖം മാറണമെങ്കിൽ സത്യയുടെ അച്ഛൻ വരണമെന്നാ. വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. ഇനി ഇതങ്ങനെ എത്തും പിടിയില്ലാതെ പോയിട്ട് ഒരു കാര്യവുമില്ല. കാര്യങ്ങൾ അറിയാതെ കുട്ടികളും വയ്യാതാകും. ഞാനിപ്പോ തന്നെ സത്യയെ കാണാൻ പോവാ. ഹോസ്പിറ്റലെങ്കിലും ഹോസ്പിറ്റലേ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലെ. സത്യമോളെ എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്ന അത്രയും ആശ്വസിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് വിഷ്ണു ഇവിടുന്ന് പോവാണ്. വിഷ്ണുട്ടാ എന്ന് ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു നിൽക്കുന്നില്ല.
ശ്യാമ വിചാരിക്കും സത്യയെ ആശ്വസിപ്പിക്കാനാണെങ്കിലും വിഷ്ണുവേട്ടൻ പറയട്ടെ അച്ഛനാണെന്ന്, അങ്ങനെയെങ്കിലും ആ കുരുന്നു മനസ്സിന്റെ സങ്കടം ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ പോകും. ഇതേ സമയം പപ്പിമോളെ ഫോണ് കിട്ടിയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുക. ഈ സമയത്തായിരിക്കും വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ബൈക്കിൽ കയറുന്നത്. പപ്പി കാണുമ്പോ വിഷ്ണു വെച്ചാ എങ്ങോട്ടാ പോകുന്നത്, ഇപ്പൊ വരാം മോളെ എന്ന് മാത്രം പറഞ്ഞ് വിഷ്ണു പോവാണേ. ശ്യാമ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. ശേഷം പിന്നീട് പപ്പി അവിടെ ഇരുന്നിട്ട് വിഷ്ണു മുമ്പ് അവിടുന്ന് ആ സൗണ്ട് മാറി സംസാരിക്കുന്ന ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ ആലോചിച്ചതിന് ശേഷം ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാ. ഓക്കെ, ഇനി സത്യയെ വിളിക്കാം. അതിനു മുമ്പ് സൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യണം. സത്യക്ക് ഇഷ്ടമുള്ള ബിഗ് ഫ്രണ്ടിന്റെ സൗണ്ട് തന്നെ ഉപയോഗിക്കാം. ഇത് സമയം വിഷ്ണു സത്യയുടെ അടുത്തേക്ക് പോവാണല്ലോ. ഇത് പപ്പിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ സൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇനി സത്യയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യണേ. സത്യാണെങ്കില് ഹോളിൽ ഇങ്ങനെ കിടക്കുമ്പോഴായിരിക്കും ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തിട്ട് ഹലോ ഇതാരാ? പപ്പി ഒന്നും മിണ്ടുന്നില്ല. സത്യക്കും ഇതാരാന്ന് ചോദിച്ചത്. എന്താ വേണ്ടത്? അതില് പപ്പി സംസാരിക്കും. എനിക്ക് എന്റെ മോളെ വേണം. മോളെ? സത്യ പറയും എനിക്ക് മനസ്സിലായില്ല. സത്യമോളെ, നിന്റെ അച്ഛനായി വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോ സത്യയുടെ മുഖത്ത് നല്ലൊരു സന്തോഷം. അച്ഛനോ? അപ്പൊ പപ്പി പറയും എന്താ വിശ്വാസമായില്ലേ? സത്യ കേൾക്കുന്നത് വിഷ്ണുവിന്റെ സൗണ്ടിലാണ്. സത്യ പറയും സത്യമായിട്ടും ഇല്ല. വിഷ്ണുവിന്റെ സൗണ്ടില് പപ്പി പറയും എനിക്ക് വിശ്വസിച്ചോ, ഞാൻ തന്നെയാ മോളുടെ അച്ഛൻ. എന്നിട്ടെന്താ ഇത്രയും നാളായിട്ട് സത്യമോളെ കാണാൻ വരാത്തത്? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അച്ഛൻ പറയും ജോലി തിരക്കായിരുന്നു മോളെ. സത്യ പറയും അച്ഛന്റെ സൗണ്ടെങ്കിലും കേൾക്കാൻ പറ്റിയല്ലോ. അച്ഛന്റെ സൗണ്ടും എന്റെ ബിഗ് ഫ്രണ്ടിന്റെ സൗണ്ടും ഒരുപോലെയാ. ബിഗ് ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതേതാ ഈ ബിഗ് ഫ്രണ്ട്? ഞങ്ങളുടെ സ്വന്താ. അച്ഛൻ ചിലപ്പം കണ്ടിട്ടുണ്ടാകും. അമ്മ എന്നെ വിളിച്ചിരുന്നു, മോള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. സത്യ പറയും അച്ഛനെ കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരുന്നത്. അച്ഛൻ എന്നാ വരുന്നത്? ഉടനെ വരും. സത്യം? അച്ഛൻ പറയും സത്യം. അതുവരെ അമ്മയെ സങ്കടപ്പെടുത്തരുത്. അമ്മ പറയുന്ന ഒക്കെ കേൾക്കണം. നല്ല കുട്ടിയായിട്ട് നിക്കണം. സത്യ പറയും അതൊക്കെ നിക്കാം, പക്ഷേ അച്ഛനെ എനിക്കൊന്ന് കാണണം. ഒറ്റ തവണ കണ്ടാ മതി. അച്ഛൻ പറയും സത്യമോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച അച്ഛൻ കമ്പനിയിലെ ലീവ് ചോദിക്കും. ലീവ് കിട്ടിക്കഴിഞ്ഞാ അച്ഛൻ ഉടനെ തന്നെ സത്യമോളെ കാണാനും വരും. സത്യക്കും വാക്കാണോ? വാക്ക്. ഓ എങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാലോ. അമ്മ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്യാം. മെഡിക്കി എന്നാ അച്ഛനൊരു ഉമ്മ തന്നെ. അപ്പോ സത്യ ഉമ്മ കൊടുക്കും. പപ്പി പറയും എന്നാ അച്ഛന്റെ ഉമ്മയും പിടിച്ചോ. അങ്ങനെ ആ കോള് കട്ട് ചെയ്യണേ. സത്യയുടെ ഉള്ളിൽ ഇപ്പോഴും രൂപ അറിയാത്ത ഒരു അച്ഛനാണ് വിളിച്ചിരിക്കുന്നത്. സത്യക്ക് ഭയങ്കര സന്തോഷാവും. ഈശ്വര, അപ്പ എന്റെ അച്ഛൻ വരും. ഇതേ സമയം വിഷ്ണു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പപ്പി വിചാരിക്കും സത്യ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് കണ്ട് സങ്കടം വന്നിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്നോട് ക്ഷമിക്കണേ കണ്ണാ. ഇതേ സമയം ശാരദാമ്മ വെജിറ്റബിൾസ് അരിഞ്ഞോണ്ടിരിക്കുക. ശാലിനി ഒരു കോഫി ആയിട്ട് അങ്ങോട്ട് വരും. സത്യ എഴുന്നേറ്റ് മോളെ. ശാലിനി പറയും എഴുന്നേറ്റും തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ശാരദ പറയും പറ്റില്ല. ഞാനും നീയും വളർന്ന ചുറ്റുപാടിലല്ല സത്യമോള് വളരുന്നത്. നമ്മൾ സഹിച്ചും ക്ഷമിച്ചും വളർന്നതുപോലെ നമ്മളെ മക്കളും വളരുന്ന നമ്മൾ കരുതരുത്. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അവിടെ നമുക്കൊരു സ്ഥാനവും ഇല്ല. വാശി കൊണ്ട് അവർ നേടാവുന്നതെല്ലാം നേടും. ശാലിനി പറയും വാശിയൊക്കെ കാണിക്കട്ടെ, പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ എന്താ? ഇങ്ങനെ വിശപ്പ് സഹിച്ചിരുന്നാൽ ചിലപ്പോ അവൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ അവള് മനസ്സിലാക്കാത്തത്? ശാരദ പറയും വാശിയുടെ കാര്യത്തിൽ നീയും മോശമൊന്നല്ലായിരുന്നു. പക്ഷെ ഇതുപോലെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലായിരുന്നു. കാരണം എന്താ? അച്ഛനെ പേടിയായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ. അന്നും ഇന്നും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാ അച്ഛൻ ജീവിക്കുന്നത്. കണ്ടില്ലേ, ഒരു പോക്ക് പോയിട്ട് ഈ വഴിക്ക് കാണാനേ ഇല്ല. ഇനി ഏതെങ്കിലും സുപ്രഭാതത്തിൽ തിരിച്ചു വരും. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞൊരു കോലായിട്ടുണ്ടാകും. പിന്നെയും കുറച്ചു നാള് കടിച്ചു പിടിച്ചിവിടെ നിൽക്കും. പിന്നെ നേരെ നിക്കാന്നാവുമ്പോ ഒരൊറ്റ പോക്കു പോവും. ശാലിനിക്കും ഇപ്പോ എവിടെയുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ശാരദ പറയും അതൊന്നും കൃത്യമായിട്ട് പറയില്ലല്ലോ. കാശിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആരെക്കൊണ്ടെങ്കിലും വിളിപ്പിക്കും. ഒരു ജീവിതം, മക്കളെ കുറിച്ചുള്ള ചിന്ത അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. മക്കളെ കാണണമെന്നുമില്ല, അച്ഛനെ കാണണമെന്ന് മക്കൾക്കും ഇല്ല. അപ്പൊ ശാലിനി ഇങ്ങനെ നോക്കും. ശാരദ പറയും പക്ഷേ സത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മോളെ. അച്ഛന്റെ സ്ഥാനം അവളുടെ മനസ്സിലെ വല്ലാതെ വേരുറച്ചു കഴിഞ്ഞു. ആ തണലിലും കരുതലിലും ജീവിക്കാൻ ആ കുഞ്ഞു മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു സാഹചര്യം വഴി അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സത്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും പറയാൻ പറ്റില്ല. അപ്പോഴായിരിക്കും അമ്മേ എന്ന് വിളിച്ച് സത്യ വരുന്നത്. അമ്മേ കഴിക്കാൻ എന്താന്ന് വെച്ചാ എടുത്തോട്ടോ, നല്ല വിശപ്പുണ്ട്. ഇത് കേൾക്കുമ്പോ ശാലിനി ശാരദാമ്മയും അന്തം വിട്ട് പരസ്പരം നോക്കും. സത്യക്കും എന്താ ഇങ്ങനെ നോക്കുന്നത്? കഴിക്കാൻ താന്നേ. ശാലിനി ഇപ്പോഴും ഞെട്ടലിൽ ഇങ്ങനെ നിൽക്കുമ്പോ ശാരദ പറയും ഡി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതിനെന്തെങ്കിലും എടുത്തു കൊടുക്ക്. ശാലിനി പറയും കൊടുക്കാം അമ്മ, ഇപ്പൊ എടുത്തോണ്ട് വരാം മോളെ എന്ന് പറഞ്ഞ ശാലിനി വേഗം പോവും. ഞാനേ കൈ കഴുകിയിട്ട് വരാവേ എന്ന് പറഞ്ഞ സത്യയും. ശാരദമ്മയ്ക്ക് സന്തോഷാവും. ഈശ്വര, നിന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞിന്റെ മുഖത്തൊരു തെളിച്ചം വന്നല്ലോ. സന്തോഷം കാണുന്നുണ്ട്. എനിക്കത് മതി, അത് മാത്രം മതി. ഇതേ സമയം പപ്പി ഫോണുമായിട്ട് റൂമിൽ ചെല്ലണേ. എന്നിട്ട് വിചാരിക്കും ഫോണ് സത്യയെ വിളിക്കാൻ മാത്രമായിട്ട് ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമാകും എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്കുക.
ശാലിനി വേഗം ഫുഡൊക്കെ എടുത്തു വരികയാണേ. എവിടെയമ്മ അവള്? കൈ കഴുകാൻ പോയിട്ട് വന്നിട്ടില്ല. ശാലിനി പറയും, ഇതിപ്പോ അവൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ, അച്ഛനെ കാണുന്നുള്ള ചിന്തയൊക്കെ മാറിയെന്നാ തോന്നുന്നത്. ശാരദ പറയും, ചുമ്മാതല്ല, മനോരിക്ക് പ്രാർത്ഥിച്ചിട്ടാ. ഭഗവാന് ഞാനൊരു സൗര്യവും കൊടുത്തിട്ടില്ല. ആ ഒരു തോന്നല് മനസ്സിന്ന് പോണെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ സത്യ വരിക. അമ്മേത്താ ഞാൻ റെഡി എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുക. ശാലിനി കൊടുക്കാൻ തുടങ്ങാണേ. സത്യ പറയും, അമ്മേ അച്ഛനെ ഫോണിൽ വിളിച്ചായിരുന്നു. ഇത് കേൾക്കുന്ന ശാലിനിയും ശാരദാമ്മയും ഞെട്ടുക. ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു. ശാലിനി ഞെട്ടിൽ മാറാണ്ട് നിൽക്കുക. ശാരദാമ്മയ്ക്കും ആര് വിളിച്ചെന്നാ പറഞ്ഞത്? അച്ഛൻ തന്നെ. അപ്പൊ ശാരദാമ്മ ശാലിനി ഇങ്ങനെ നോക്കിട്ട് ശാലിനി ഇങ്ങനെ ഞെട്ടിലിങ്ങനെ നിൽക്കുമ്പോ സത്യ പറയും, ഇപ്പൊ നല്ല ജോലി തിരക്കാ, അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ശാലിനിക്കും, അല്ല അതിപ്പോ നിന്റെ ഫോൺ എന്തേ? ദാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ ശാരദാമ്മ വേഗം എടുത്തു കൊടുക്കും. അങ്ങനെ ശാലിനി ആ നമ്പർ ഇങ്ങനെ നോക്കുമ്പോ സത്യ പറയും, നമ്പറില്ല, തിരിച്ചു വിളിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വാങ്ങിക്കും. ശാലിനിക്കും, അത് പിന്നെ അച്ഛൻ പേര് പറഞ്ഞായിരുന്നോ? സത്യ പറയും, അത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, എന്നോട് പറയാത്തതല്ലേ. അച്ഛൻ വിളിച്ച സന്തോഷത്തില് അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ഇനി എന്റെ അച്ഛൻ വരുമല്ലോ, അപ്പൊ കാണാം. പിന്നെ ഇനി അച്ഛൻ വിളിച്ച അമ്മ അച്ഛനെ വഴക്കൊന്നും പറയല്ലേ. അച്ഛൻ പിന്നെ ഈ വഴിക്കേ വരില്ല. എന്നാ പിന്നെ ബാക്കി ഞാൻ റൂമിൽ പോയി കാർട്ടൂൺ കണ്ടു കഴിച്ചോളാവേ. ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റും വാങ്ങിച്ച് ആ ഫോണും എടുത്ത് സത്യ അവിടുന്ന് പോകും. ശാരദാമ്മ പറയും, ഈശ്വര വീണ്ടും സമാധാനം പോയല്ലോ. മോളെ ഇതാരാ അച്ഛനെന്ന് പറഞ്ഞു വിളിക്കുന്നത്? അറിയില്ലമ്മേ, ചിലപ്പോ അവള് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ശാരദാമ്മ പറയും, ഇനി അഥവാ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണെന്ന് അറിയണ്ടേ, ഇല്ലെങ്കിൽ അത് വലിയ കുഴപ്പാവൂടി. ഇനി നിന്നെ നേരത്തെ വിളിച്ച് ശല്യം ചെയ്ത ആള് തന്നെ ആയിരിക്കോ? ശാലിനി പറയും, എന്തായാലും ഇനി വിളിക്കുന്നു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ശാലിനി അവിടുന്ന് പോകും. ശാരദാമ്മ വിചാരിക്കും, എന്റെ ദേവി ഓരോന്ന് മാറുമ്പോ ഓരോന്നാണല്ലോ, എനിക്കൊരു കാലത്ത് സ്വസ്ഥത തരില്ലെന്ന് ഉറപ്പിച്ചിരിക്കുക. ഞങ്ങൾ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇത്രയധികം കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇതേ സമയം വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് സുസ്മിത വഴിയിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ട്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണു പോകുന്നത് കാണുന്നത്. ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാ. ഇവനിത് ആർക്ക് വായുഗുളിക വാങ്ങിക്കാൻ പോവാ? സത്യഭാമയ്ക്കായിരിക്കോ? അതിനുള്ള സമയമൊന്നും ഈശ്വരൻ അവർക്ക് കൊടുക്കില്ല. അത്രയ്ക്ക് പുണ്യപ്രവൃത്തി ചെയ്യുന്ന സ്ത്രീയല്ലേ എന്ന് പറഞ്ഞ ശേഷം കാറിൽ കയറിയിട്ട് ആ ബൈക്കിനെ ഫോളോ ചെയ്യാൻ പറയാണ് ഡ്രൈവറോട്. അവന്റെ ഈ പരാക്രമണ ഓട്ടം എന്തിനാണെന്ന് അറിയട്ടെ, വണ്ടി എടുത്തോ. അങ്ങനെ കുറെ ദൂരം പോകുമ്പോ സുസ്മിത വിചാരിക്കും, ഇതെന്തോ വള്ളിക്കേസാ. പോക്ക് കണ്ടിട്ട് ഇവനിപ്പോ മൂക്കില് പഞ്ഞി വെച്ച് കിടക്കുന്ന തോന്നുന്നത്. ഈശ്വര ലോറി ഒന്നും തട്ടി എന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഇട്ടേക്കല്ലേ, ചുമക്കാൻ വയ്യാഞ്ഞിട്ടാ. വിഷ്ണു അത്രയും സ്പീഡിലാ പോകുന്നത്. അങ്ങനെ സുസ്മിതയുടെ ഡ്രൈവർ പറയും, മാഡം എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള പോക്കാന്ന് തോന്നുന്നു. സുസ്മിത പറയും, കുഴപ്പക്കാരനാ, അടി മുതൽ മുടി വരെ കുഴപ്പം പിടിച്ചവൻ. ഇപ്പൊ അമ്മ പൂട്ടിയിരിക്കാ. ഇടയ്ക്ക് രക്തം തിളയ്ക്കുമ്പോഴേ ഇവൻ ചാടി ഇതുപോലെ പുറത്തിറങ്ങും. അതിന്റെ തിളപ്പായി കാണിക്കുന്നത്. ഇത് ഇറച്ചിയിൽ മണ്ണ് പറ്റുമ്പോഴേ നിർത്തൂ. പിന്നെ അവൻ കണ്ണിന്ന് വിട്ടുപോവാതെ നോക്കണേ, എന്താ അവന്റെ ലക്ഷ്യം എന്ന് നമുക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ ഫോളോ ചെയ്തു പോകുന്ന സുസ്മിതയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിലെ വിഷ്ണു കുടുംബശ്രീ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ശാലിനിയോട് പറയും, പപ്പി പറഞ്ഞ് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഞാനാണ് സത്യയുടെ അച്ഛനെന്ന് സത്യയോട് പറയാൻ പോവാ. അപ്പൊ ശാലിനി ഇങ്ങനെ തലതാഴ്ത്തും. ശേഷം സത്യയോട് സംസാരിക്കുന്നതാ. സത്യ പറയും, എല്ലാ കുട്ടികളും കളിയാക്കും എന്നെ. എല്ലാവരുടെയും മുന്നില് എനിക്ക് എന്റെ അച്ഛനെ കാണിക്കണം. വിഷ്ണു അപ്പോഴേക്കും താനാണ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാണിക്കാം. ഇനി അച്ഛനില്ലാത്ത വിഷമം മോൾക്കുണ്ടാവാൻ പാടില്ല. അതിനാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഇതിനു ശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിത ഇതെല്ലാം കാണുന്നുണ്ട്. ഇനിയെല്ലാം വിഷ്വലായിട്ട് ഫോണില് ഷൂട്ട് ചെയ്യുമെന്ന് അറിയില്ല. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് സത്യ സ്കൂളിൽ ചെന്ന് സത്യ എപ്പോഴും കളിയാക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയോട് പറയണേ എന്റെ അച്ഛൻ വരുന്നേ. എന്നാ ആ കുട്ടി വീണ്ടും കളിയാക്കി വിടുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ സത്യഭാമേനെ വിളിക്കുകയാണ് സുസ്മിത. എല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിപ്പോ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്